ഹലോ എവരി വൺ, വെൽക്കം ടു MCS. 2025 ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും 2025 നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി അഭിവൃദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള 5ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ അഥവാ മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾ നിക്ഷേപിക്കുന്ന പണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ ഒറ്റത്തവണയോ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ വഴി നിക്ഷേപിക്കുന്ന പണം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഭൂരിഭാഗവും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ സബ് കാറ്റഗറൈസേഷൻ ഉണ്ട്, അഥവാ ടൈപ്പ് ഓഫ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഒന്നാമത്തതാണ് ലാർജ് ക്യാപ് ഫണ്ടുകൾ, അഥവാ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഇക്വിറ്റി ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ റിട്ടേൺസ് പൊതുവെ കുറവാണെങ്കിലും റിസ്ക്കും വളരെ കുറവാണ്. അതായത് ഇന്ത്യയിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇൻഫോസിസ്, TCS, ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ഇത്തരത്തിലുള്ള വലിയ വലിയ ഇന്ത്യയിലുള്ള വലിയ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഫണ്ടാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ. ഒരു ഇടത്തരം കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. മിഡ് ക്യാപ് ഫണ്ടുകളിൽ പൊതുവെ ഒരു മോഡറേറ്റ് റിസ്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു റിട്ടേണും ഒരു പ്രോഫിറ്റും നമുക്ക് ലോങ് ടൈമിൽ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ. സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കമ്പനികളിൽ ഭൂരിഭാഗം ക്യാഷ് നമ്മൾ നിക്ഷേപിക്കുന്ന തുക പൂർണ്ണമായുമല്ല, ഭൂരിഭാഗം ഒരു 65% മുകളിൽ, 65% മുകളിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ, അഥവാ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഇതിലൊക്കെ മാറി മാറി നിക്ഷേപിക്കുന്ന ടൈപ്പ് ഓഫ് ഫണ്ടുകളെയാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അത് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജറുടെ അയാളുടെ ഒരു ലോജിക്കിനനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ ഒരു ഫോർകാസ്റ്റിനനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഏത് മാർക്കറ്റ് ക്യാപ്പ്, വലിയ കമ്പനിയാണോ സ്മോൾ കമ്പനികളിലാണോ നിക്ഷേപിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അയാൾക്കുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഫണ്ടുകളാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടി ക്യാപ് ഫണ്ടുകൾ. മൾട്ടി ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ലാർജ്, മിഡ്, സ്മോൾ ക്യാപ്പുകളിൽ എല്ലാ ടൈപ്പ് ഓഫ് കമ്പനികളിലും നിക്ഷേപിക്കുന്ന രീതിയാണ്. ഇതിനൊക്കെ ഒരുപാട് പെർസെൻറ്റേജ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. മറ്റൊരു ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ് സെക്ടോറിയൽ അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ടുകൾ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ IT ഫണ്ടുകൾ, അതായത് IT ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ, അതല്ലെങ്കിൽ EV ഫണ്ടുകൾ, ഇലക്ട്രിക് വെഹിക്കിൾസ് ആ രംഗത്ത്, അതല്ലെങ്കിൽ ഫാർമ ഫണ്ടുകൾ, അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ. അങ്ങനെ ഏതൊക്കെ സെക്ടറിലാണോ, ഏതൊക്കെ മേഖലയിലാണോ നിക്ഷേപിക്കുന്നത് ഉള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന ടൈപ്പ് ഓഫ് ഫണ്ടുകളെയാണ് സെക്ടോറിയൽ തീമാറ്റിക് ഫണ്ടുകൾ എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പ് ഫണ്ടുകളാണ് ഡിവിഡൻഡ് ഫണ്ടുകൾ, അഥവാ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് അഥവാ ലാഭവിഹിതം ഒരുപാട് കൊടുക്കുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ITC, ഗവൺമെൻറ് കമ്പനികളായിട്ടുള്ള കോൾ ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, അത്തരത്തിലുള്ള ഒരുപാട് കമ്പനികൾ, സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും ഒരുപാട് കമ്പനികൾ നല്ല ഡിവിഡൻഡ് ലാഭവിഹിതം കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികൾ പ്രധാനമായിട്ടും നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡിവിഡൻഡ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നത് തുക നമുക്ക് വീതിച്ച് നൽകുന്നതായിരിക്കും. മറ്റൊരു ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം, അഥവാ ELSS. ഇത് ELSSന്റെ ഒരു പ്രത്യേകത, ഇതിനൊരു ലോക്കിൻ പീരീഡ് ഉണ്ടാകും, അഥവാ മിനിമം 3 years നമ്മൾ നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ സാധിക്കുന്നതല്ല. ഇതുവഴി നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പറഞ്ഞ എല്ലാ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞു. ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും.
പൊതുവെ പറയുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി, എത്ര കാലത്തേക്കാണ് നിക്ഷേപം, നമ്മുടെ ഗോളുകൾ എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എത്രയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇത് ഏത് ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. റിസ്ക് കൂടുതൽ എടുക്കാനുള്ള ആളുകളാണെങ്കിൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്നിവ പരിഗണിക്കാവുന്നതാണ്. എന്നാൽ വലിയ റിസ്ക് ഒന്നും വേണ്ട, എന്നാൽ ചെറിയ ഒരു ലാഭവും കിട്ടണം, അത്തരത്തിലുള്ള ആണെങ്കിൽ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ, വളരെ വലിയ കമ്പനികളിൽ മാത്രം നിക്ഷേപം നടത്തി അത്തരത്തിൽ നീങ്ങാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല ഒരു നിലയിലെത്താൻ മ്യൂച്വൽ ഫണ്ട് തീർച്ചയായും സഹായിക്കും. അതിന് ഏറ്റവും നല്ല മാർഗം നമ്മുടെ വരുമാനത്തിൽ നിന്ന്, ബിസിനസ് ആയാലും സാലറി ആയാലും അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യ ചെറിയ രീതിയിൽ, ചെറിയ എമൗണ്ട് നമുക്ക് അടക്കാൻ കഴിയുന്ന തുക, അത് എത്രയായാലും അത് മാസാമാസം മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് നല്ല സാമ്പത്തിക വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതുവഴി നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും കഴിയും. 2025 നല്ലൊരു വർഷമായിട്ട് സാമ്പത്തികമായി എല്ലാവരും മെച്ചപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും പറയാവുന്ന പോലെ തന്നെ നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കി പഠിച്ച് മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപമായതുകൊണ്ട് തന്നെ ഈ രംഗത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഉപദേശം നേടുന്നതും നന്നായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.